Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can start. നിങ്ങൾ prayer ഒക്കെ കഴിഞ്ഞിരുന്നോ? ഇല്ല മാം. Please. prayer ഞാനാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരൻ ജീവബിന്ദുവിൽ അമൃതം തൂകിയ ലോകപാലക ജഗദീശ. ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. താങ്ക് യു മാം. Very nice. Okay. Yes, what's next? മാം തോട്ട് ഓഫ് ദി ഡേ ഞാൻ പറയാം. ഓക്കെ പറഞ്ഞോളൂ, രണ്ടുപേരും പറഞ്ഞോളൂ. നോ പ്രോബ്ലം. Okay. Don't fear for facing failure in the first attempt, because even the successful max started with 0 only. That's APJ Abdul Kalam. Thank you. Okay. Okay, fine. വേറെ ആരായിരുന്നു? ഞാൻ ആ പേര് കണ്ടില്ല. ഞാൻ ദീപ. Okay, Deeva, please. Today's thought is, every day is a new chance to do something good. Thank you. Okay. എന്തെങ്കിലുണ്ടോ? Okay, fine. So we can start. Sign in ഒന്നുമില്ല. Okay. Once again, very good afternoon to all. Okay. So okay, please. മലർന്നു മലരാത പാതി മലർ പോലെ വളരും വിഴിവണ്ണമേ, வந்து விழுந்தும் விழியாதே காலை பொழுதாக விளைந்த கலை அன்னமே. நதியில் விளையாடி கொடியில் தலை சீகி நடந்த இளம் தென்றலே. தேங்க்யூ மேம். Okay. So we can start. Like നമുക്കറിയാലോ, ഓൺലൈൻ ആയതുകൊണ്ട് ഒരാള് സംസാരിക്കുമ്പോ മറ്റേയാള് സംസാരിക്കാൻ വരുമ്പോ ചിലപ്പോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം ഒരു ലാഗിങ് ഒക്കെ ഉണ്ടാകാം. അതാണ് രണ്ടുപേരും ഒരുമിച്ച് തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞപ്പോ അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കി അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. ആരും പറയാതിരിക്കുന്നതിലും നല്ലതാണല്ലോ, 2-3 പേരൊക്കെ പറയുമ്പോ അതൊരു സന്തോഷം. സോ എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? Yes. കേട്ടില്ല.
നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ഡിസ്കസ് ചെയ്തത്. അത്രേ ആയിട്ടുള്ളൂ അല്ലേ? അതിൽ വെൽനെസിനെ കുറിച്ചൊക്കെ ജനറൽ ആയിട്ടുള്ള എല്ലാ ഡയമെൻഷൻസും പറഞ്ഞു. നിങ്ങൾക്ക് വെൽനെസിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തോ? ഷെയർ ചെയ്തായിരുന്നു മിസ്. ഓക്കെ, അപ്പൊ പറഞ്ഞായിരുന്നു. ഫുൾ നമ്മൾ പറഞ്ഞിരുന്നോ? ക്ലൈമറ്റ് വെൽനെസ് വരെ ലാസ്റ്റ് മിസ് വെൽനെസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിയോ? നെക്സ്റ്റ് ഏതാ എടുത്തേ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ? യൂണിറ്റ് 2 മാഡം, യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, മിസ് ഒന്ന് പിൻ ചെയ്ത് വെക്കാവോ? എന്നെ പിൻ ചെയ്തിട്ടുണ്ടല്ലോ, കാണുന്നില്ല? ഇല്ല. ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. എന്റെ പ്രൊഫൈലിൽ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കി. എന്നെ പിൻ ചെയ്തിട്ടില്ല. സ്മാർട്ടിനെയാണ് പിൻ ചെയ്ത് വെക്കുന്നത്. എന്നെ ഓഫീസിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് വലിയ സ്ക്രീൻ ആയിട്ട് എന്നെ കാണുന്നുണ്ട്. യെസ്, മാമിനെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. എന്നെ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. കാരണം കുറെ മുമ്പ് വരെ ഞാൻ ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ എന്നെ പിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൂടെ ഒന്ന് ടാപ്പ് ചെയ്താൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അതിൽ പിന്നെ നിങ്ങൾ തന്നെ സെൽഫായിട്ട് പിൻ ചെയ്യണം എന്നെ. ഓക്കെ, ചിലപ്പം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരിക്കും. കാരണം ആദ്യത്തെ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. പിന്നായത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല ഫോണിൽ ചിലപ്പോഴേ. പ്രെയർ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരിക. ചില പ്രെയർ അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. കൊറോണ സമയത്ത്, കോവിഡ് സമയത്ത് ഈ ഒരു പാട്ട് ഭയങ്കര ഒരു ഫേമസ് എന്നല്ല, എല്ലാരും യൂസ് ചെയ്ത് ആ ഒരു ടൈമുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. ഞാനും എന്റെ കസിൻസ് എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ പാട്ട് വെച്ചിട്ട്. ഞങ്ങൾ എല്ലാരും പല പല സ്ഥലങ്ങളിലാണ്, പക്ഷെ ഓരോ പാട്ടിന്റെ സ്റ്റാൻസ് അങ്ങനെ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഗം അവരെന്നെ കൊണ്ട് പാടിപ്പിച്ചു. പിന്നെ മ്യൂസിക്കിന്റെ ഇടയ്ക്ക് അതിന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്, അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാനേ ടെക്സ്റ്റ് ബുക്കിന് പൈസ അടച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനൊരു 11 ദിവസമായിട്ടുണ്ട്. അതെയോ? കോണ്ടാക്ട് ചെയ്യുന്ന PR വരാ? അയ്യോ, എന്റെ ആ നമ്പർ ഉണ്ട്. ഞാന് ഇന്നും കൂടി നോക്കിയിട്ട് മെസ്സേജ് അയക്കാന്ന് വെച്ചിട്ടാ. ഒന്ന് അയച്ചു നോക്കൂ. എനിക്ക് മേഘ എന്നാണോ പേര്? അതെ അതെ, മേഘ. ഓക്കെ മേഘ, ഞാനും ഒന്ന് ഇൻഫോം ചെയ്തേക്കാം. MT15 PR ആരാന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാനൊന്ന് പറഞ്ഞേക്കാം. എന്നോട് പറഞ്ഞത് 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എന്നാ പറഞ്ഞത്. ഇന്നേക്ക് 11 ദിവസം കഴിഞ്ഞു. ഓക്കെ. ഇപ്പോ അയച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പോസിറ്റീവ് അയച്ചതിന് എന്തെങ്കിലും ഡിലേ ആണോ എന്നും അറിയില്ലല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ അവധിയായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, അന്വേഷിക്കട്ടെ കേട്ടോ. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ. മേഘ, ചാറ്റ് ബോക്സിലെ മെസ്സേജ് ഒന്ന് നോക്കൂ. കാരണം 7 വർക്കിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ നമ്മുടെ സാറ്റർഡേ വർക്കിംഗ് കേട്ടോ. സൺഡേ കൂടാതെ ആയിരിക്കാം വർക്കിംഗ് ഡേയ്സ് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും രശ്മി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കാം. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റില് നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കിട്ടും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്റെ കയ്യിൽ ടെക്സ്റ്റ് അല്ല, ജസ്റ്റ് ആ PDF പ്രിന്റ് ഔട്ട് ആണ്. അതുകൊണ്ട് എനിക്ക് പേജ് നമ്പർ ഇല്ല. ചോദിക്കണ്ടായിരുന്നു.
ഓക്കെ, പേജ് 3 ആണ്, 3rd പേജ് ആണ്. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ പറയുന്നു. ഈ നമ്മള് ആക്ച്വലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ ഇത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്, സബ്ജക്ട് സ്റ്റഡിങ് അല്ല. അതായത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല. എക്സാം ഉണ്ട്, അതൊരു സൈഡില്. പക്ഷെ നമ്മളുടെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, യെസ്, ഞാനപ്പൊ എന്റെ ഹെൽത്തിനും ഹൈജീനും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ എന്റെ വീട്ടിലുള്ളവരുടെ, എന്റെ സറൗണ്ടിങ്സിൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവർ, എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും ഹെൽത്തിന്റെയും ഹൈജീന്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, നമ്മള് കാരണം ചില ആളുകൾ അവരുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കും. അതിന് വേണ്ടുന്ന ഒരു സർവേ ഒക്കെ ഞാൻ നിങ്ങളെ ഈ ഒരു യൂണിറ്റ് സമയത്ത് ചെയ്യിക്കും കേട്ടോ. അപ്പൊ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമുക്കൊരു മാർഗം വേണം അല്ലെ, ഒരു റൂട്ട്, ഒരു മീൻസ്, ഒരു വഴി. നമ്മളുടെ ലക്ഷ്യം ഹെൽത്ത് ആണെങ്കിൽ, നമ്മളുടെ എയിം, ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹെൽത്ത് ആണെങ്കിൽ അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന മാർഗമാണ് ഹൈജീൻ. ശുചിത്വം എന്ന് മലയാളത്തിൽ പറയും. ആരോഗ്യം വേണം കിട്ടണമെങ്കിൽ, ആരോഗ്യവാനാകണമെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യവതിയാകണമെങ്കിൽ നമ്മൾ നല്ല വൃത്തിയുള്ളവരായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്, നമ്മളുടെ ബോഡി ഹൈജീൻ, നമ്മളുടെ വീടിനുള്ളിലെ ആ ഒരു ഹൈജീൻ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സിലെ ഹൈജീൻ, നമ്മൾ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഹൈജീൻ, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലെ ഹൈജീൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കുട്ടികള്, നമുക്കറിയാം, വീട്ടില് പോകുന്നത് സ്കൂളിലേക്കാണ്. അപ്പൊ വീട്ടിലും സ്കൂളിലും നല്ല ഹൈജീൻ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെ. സ്കൂളിൽ ഹൈജീൻ കുറവായിട്ട് അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യം കണ്ടാൽ നമ്മൾ എന്തായാലും ഇടപെടും, നമ്മൾ ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വേറെ സ്കൂളിലേക്ക് കുട്ടിയെ മാറ്റും, അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ വീട്ടില്, അതുപോലെ മഴക്കാലം വരുമ്പോ നമുക്കറിയാം അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുന്ന ഒരു ടൈമാണ് മഴക്കാലം എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾ ഒരു അഡോളസൻസ് ഒക്കെ ആവുമ്പോൾ, ഒരു 6, 7, 8 ആ ഒരു ഏജ് ഒക്കെ ആവുമ്പോഴാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി ഒന്ന് കൂടി വരുന്നത്. ചെറിയ പ്രായത്തിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അവർക്ക് എപ്പോഴും പനി, കോൾഡ്, അങ്ങനെ പല പല ചുമ, അങ്ങനെയൊക്കെ അസുഖങ്ങൾ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടില് പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് അവരെ അസുഖങ്ങൾ ബാധിക്കും. നമ്മുടെ വീട്ടിൽ എന്ത് തന്നെയായാലും കുട്ടികളും ഉണ്ടാവും, പ്രായമായ ആളുകൾ ഉണ്ടാവും. ഈ പ്രായമായ ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറയുകയും ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് പല ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഷുഗർ, പ്രഷർ, തൈറോയിഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷുഗർ കാരണം അതിന്റെ സൈഡായിട്ട് വേറെ പല അസുഖങ്ങള്, മുറിവുകൾ ഉണ്ടായാൽ ഉണങ്ങാതിരിക്കുക, അപ്പൊ മുറിവ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. അങ്ങനെ 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 പല പല കാര്യങ്ങൾ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മൾ ആളുകൾ ഭയങ്കര സ്റ്റാറ്റസ് സിമ്പിൾ ഒക്കെ പറയും. ആക്ച്വലി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അല്ലാതെ കുറെ ക്യാഷ് അതിന്റെ രീതിയിൽ നമ്മുടെ ലൈഫ് എന്നല്ല. ശരിയായ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ആ ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു പോകാം. 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാം. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹെഡിങ്ങിന്റെ താഴെ 2 പാരഗ്രാഫ്സ് കണ്ടില്ലേ, അത് ആരെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. ഒരു കാര്യം ചെയ്യും, 2 പേരിൽ ഒരാൾ ആദ്യം ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കൂ, അടുത്ത ആള് സെക്കൻഡ് പാരഗ്രാഫ് വായിക്കൂ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലീസ്. Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, psychomotor, language, etc., are affected by his health. Aristotle's maxim, sound mind in a sound body, is a completely accepted idea. Health can be defined as 1 or 2 sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health, nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek goddess of healing, and it means health. The knowledge on health and hygiene children to achieve and maintain good health
and hygiene habits by themselves as well as the society. ഓക്കെ, സോ ഒരു കുട്ടി, ഇപ്പം നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്ത് പറയുവാണ് കേട്ടോ. കുട്ടികളുടെ ഡെവലപ്മെന്റിന്, അവരുടെ മനസ്സിന്റെ, ശരീരത്തിന്റെ, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ളത്, പിന്നെ അവർ സോഷ്യലൈസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഏതെല്ലാം സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ടോ അതിന് വളരെ നെസസറി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി, നോളജ് ലെവല് കൂടുന്നത്, അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. സൈക്കോ മോട്ടർ എന്ന് പറയുന്നത് മൂവ്മെന്റും അതുപോലെ, അതായത് ശരീരത്തിന്റെ മൂവ്മെന്റും മനസ്സിന്റെ ഡെവലപ്മെന്റും അതും കൂടെ ചേർത്താണ് സൈക്കോ മോട്ടർ എന്ന് പറയുന്നത്. മോട്ടർ എന്ന് പറയുന്നത് മൂവ്മെന്റ് റിലേറ്റഡ് ആണ്. പിന്നെ ലാംഗ്വേജ് എല്ലാം നല്ല ആരോഗ്യമില്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സ്ലീപ്പി ആയിട്ടിരിക്കും അല്ലെ, ഉറക്കം തോന്നി, ലേസിനെസ്, ഒരു ലേസി പോലെ ഇരിക്കും, ഒന്നും ആക്റ്റീവ് ആകാൻ. ആ കുട്ടി സംസാരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഹെൽത്ത് എന്ന് പറയുന്നത് ഈ എല്ലാ ഡെവലപ്മെന്റ് സ്റ്റേജസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. ഒരു ഗ്രേറ്റ് ഫിലോസഫർ ആണ്, ഗ്രീക്ക് ഫിലോസഫർ ആണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ ഒരു മാക്സിം നമ്മൾ ഉദ്ദേശിക്കുന്നത് തിയറി, പ്രിൻസിപ്പിൾ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് മാക്സിം, ആക്സിയം എന്നൊക്കെ പറയുന്നത്. അത് ഒരാളിങ്ങനെ ഓൾറെഡി പറഞ്ഞു വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ്. സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ നമ്മൾ പറയില്ലേ. ഹെൽത്തി മൈൻഡിനെ ഹെൽത്തി ബോഡി എന്ന് പറയുന്നത്. സൗണ്ട് എല്ലാ രീതിയിലും വെൽ ആയിട്ടുള്ളത്, അതാണ് സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി. നമ്മൾ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയില്ലേ, നല്ല ഉറക്കം കിട്ടുന്നതിന്. സോ സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു അക്സെപ്റ്റഡ്, കംപ്ലീറ്റ്ലി അക്സെപ്റ്റഡ് ഡേറ്റയാണ്. ഈ അരിസ്റ്റോട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പോളിമാത്ത് ആണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫീൽഡിലും വളരെയധികം നോളജ് ഉള്ള ഒരു വ്യക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്തിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം അല്ലെ. അപ്പൊ നിങ്ങൾ അന്ന് ക്ലാസ്സിൽ ചോദിച്ചപ്പോ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പല പല രീതിയിൽ നമ്മൾ ആൻസർ ചെയ്തു. നമ്മളുടെ എല്ലാം ശരി തന്നെയാണ്. മീൻസ് നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് വെച്ചിട്ടാണ് നമ്മൾ ഹെൽത്തിന് ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞത്. എക്സ്പേർട്സ് പറയുന്ന അനുസരിച്ച് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസുഖങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ഈ ലെസണിൽ കുറെ കാര്യങ്ങൾ, ഈ ഒരു കോഴ്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇപ്പൊ വെൽനസിന്റെ കാര്യം നമ്മൾ കുറെ മനസ്സിലാക്കി അല്ലെ. ഇത് നമ്മള് അത് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി, പക്ഷെ ഇത് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. നമ്മൾ എന്ത് പഠിക്കുന്നതും നമ്മളതിനോ ആ ഒരു ഇൻഫർമേഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് അത് നല്ലപോലെ മനസ്സിലാക്കി നമ്മളത് നോളജ് ആക്കി വെച്ചിട്ട് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്തു മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. സോ ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിനറ്റ്ലി ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആ അവയർനെസ് കൊടുത്ത് ആ അറിവ് നമുക്ക് അറിയാമെന്നുള്ളതല്ല, അത് നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ശീലമാണ് പ്രായമാകുമ്പോഴും ഒരു അഡൾട്ട് ആകുമ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോ കുട്ടികൾക്ക് ചെറുപ്പം തുടങ്ങിയ നല്ല ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ട്രെയിൻ ചെയ്ത് വിടുവാണെങ്കിൽ, നല്ല അവയർനെസ് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ അവർക്ക് അവയർനെസ് കൊടുക്കുവാണെങ്കിൽ, അത് അവരുടെ ത്രൂ ഔട്ട് ലൈഫ് അവരൊരു അഡൾട്ട് ആകുമ്പോഴും നല്ലൊരു നല്ല ഹൈജീൻ അവർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒരു ഗ്രീക്ക് ഗോഡസ് ഉണ്ട്, ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒരു ഗ്രീക്ക് ഹൈജിയ എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡാണ്, HYGEIA. ഹൈജിയ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഗോഡസിന്റെ പേരാണ്. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ്. നമ്മുടെ ഗ്രീക്ക് പുരാണങ്ങളില്, ഗ്രീക്ക് മിത്തോളജിയിൽ കുറെ പേരുകൾ നമുക്കറിയാം. ഓരോരുത്തരും ഓരോന്നിനെ റിലേറ്റഡ് ആയിട്ട് ഓരോ പേരുകളൊക്കെ പറയാറുണ്ട്. ഹെർക്കുലസ് അങ്ങനെയൊക്കെ പറയുന്നത്, ഈഡിപ്പസ് ഒക്കെ ഉള്ളത് പോലെ. അപ്പൊ ഒരു ഗ്രീക്ക് ഗോഡസ്
ഹൈജിയ ഉണ്ട്. ആ ഗോഡസ് ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ് ആണ്. അപ്പൊ ഹൈജിയ എന്നൊരു വേർഡിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്. അപ്പൊ ഈ കുട്ടികൾക്ക് ചെറുപ്പം തുടങ്ങിയ ഈ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും നല്ലൊരു നോളജ് കൊടുക്കുവാണെങ്കിൽ അവരവരുടെ ഗുഡ് ഹെൽത്ത്, പിന്നെ നമ്മൾക്കറിയാം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ, നമ്മളുടെ റോള് സ്കൂളിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. സ്കൂളിലെ ടീച്ചറാണ് നമ്മൾ കുട്ടികൾക്ക് നല്ല നല്ല ഹെൽത്തി ഹാബിറ്റ്സും എല്ലാം നമ്മൾ കഥകളിലൂടെയും ഇതുപോലെ വിഷ്വൽ മീഡിയ, വിഷ്വൽ ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും. അല്ലാതെ ഒരു ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് വിഷ്വൽ ഇമ്പാക്ട് ചെയ്യണം നമ്മൾ. അതുപോലെ കഥ പറഞ്ഞു, കഥയിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഥ പറയാം. ഇപ്പം ബാക്ടീരിയ വൈറസ് ഒക്കെ ഉള്ള കഥയാണെങ്കിൽ ബാക്ടീരിയയുടെ വൈറസിന്റെ ഒക്കെ മാസ്ക് വെച്ച് ഹാൻഡ് വാഷ് ചെയ്തില്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യണതായിട്ടും ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ അതുങ്ങൾ നശിച്ചു പോകുന്നതായിട്ടൊക്കെ നമുക്കൊരു കഥയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടം. അതിനനുസരിച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഈ മെസ്സേജ് അവരുടെ ഉള്ളിൽ വരും. ഇവരിതെന്താ ചെയ്യാ, വീട്ടിൽ വരുമ്പോൾ കുറേ വിശേഷങ്ങൾ ഇവർക്ക് പറയാനുണ്ടാവും, സ്കൂളിലെ കാര്യങ്ങള്. ഇവരിത് മുഴുവനും പാരന്റ്സിന്റെ അടുത്ത് പറയും. കുഞ്ഞുങ്ങൾ പറയുമ്പോൾ പാരന്റ്സ് ഇത് ശ്രദ്ധിക്കും. അപ്പൊ ആ ഒരു അവയർനെസ് കുട്ടികളിലൂടെ ഒരു വീട്ടിലെത്തുക. പിന്നെ എത്ര കുട്ടികളാ, അങ്ങനെ ഓരോ കുട്ടിയും എല്ലാ വീടുകളിലും ചെന്ന് ഈ അവയർനെസ് എത്തിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വീടുകളിൽ മുഴുവനും ഈ അവയർനെസ് എത്തും. അതാണ് സ്കൂളിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഹെൽത്തില് നിങ്ങൾക്ക് ഞാൻ എത്ര അസൈൻമെന്റ് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ ക്ലാസ് റൂമില്? ഇല്ല മിസ്, അസൈൻമെന്റ് ഒന്നും തന്നിട്ടില്ല, റെക്കോർഡ് മാത്രമേ തന്നിട്ടുള്ളൂ. റെക്കോർഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ചിത്രങ്ങൾ കളക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു വെൽനെസിന്റെ. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസിന്റെ പിക്ചേഴ്സ്. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ ക്ലാസ് റൂമില്? ക്ലാസ് റൂമിൽ ഒന്നുമില്ല മിസ്, അന്ന് പറഞ്ഞു തന്നായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങൾ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ ഈ ആഴ്ച തന്നെ ക്ലാസ് റൂമിലേക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഇടും. അപ്പോഴാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ അസൈൻമെന്റും ഉണ്ട്, ആക്ടിവിറ്റിയും ഉണ്ട്. അസൈൻമെന്റ് എന്ന് പറയുന്നത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത് കയ്യിൽ സൂക്ഷിക്കണം. എന്നിട്ട് വൈവ ടൈം ആവുമ്പോഴാണ് അത് പ്രസന്റ് ചെയ്യാനോ അതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഒക്കെ പറഞ്ഞാൽ മതി. പിന്നെ അതുമല്ല, ഇതിനിടയ്ക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ആ ചെയ്തു വെച്ച ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതിലെ നമ്മളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഫ്രേസസിന് എന്താ മലയാളത്തിൽ പറയാ? ഉദ്ധരണികൾ. അത് കോഡ്സ് ആണെന്ന് തോന്നുന്നു അല്ലെ? ശൈലികള് എന്താ പറയാ? എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞില്ലേ സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, അതൊരു ഫ്രേസ് പോലെയല്ലേ? എന്താ പറയാ, ഹെൽത്തി മൈൻഡിന്റെ ഹെൽത്തി ബോഡി, അതും ഒരു ഫ്രേസ് ആണ്. ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് കളക്ട് ചെയ്യും. If wealth is lost, nothing is lost. If health is lost, something is lost. മലയാളത്തില് ശൈലി എന്നൊക്കെ പറയണേ, പദസമുച്ചയം എന്നൊക്കെ പറയണേ. അതിലും എളുപ്പം തോന്നുന്നു ഫ്രേസ് എന്ന് പറയണം തോന്നുന്നു അല്ലെ? വാക്യങ്ങൾ. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഈ ഫ്രേസ് എന്നുള്ളതിന് മലയാളം എന്താ? നമുക്ക് എന്തായാലും മലയാളം അല്ല, നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എല്ലാം വേണം. ഓക്കെ, സോ എത്ര ഫ്രേസസ് അങ്ങനെ കളക്ട് ചെയ്യണം? അങ്ങനെയില്ല, എത്ര ആയാലും കുഴപ്പമില്ല. ഒരു മിനിമം ഒരു 3 ഒക്കെ മതി. മിനിമം ഓർഡർ. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കളക്ട് ചെയ്യാം. മിസ്, നമുക്കൊരു അസൈൻമെന്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി ഞങ്ങൾ ഒരു അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ തന്നെ ഈ അസൈൻമെന്റ് ചെയ്ത് വെച്ചാൽ മതിയോ? മതി. ഓരോന്നിനും ഓരോന്ന് വേണ്ട, ഓരോ ടീച്ചർക്കും ഓരോന്ന് വേണ്ട, എല്ലാം ഒന്നിലും മതി. കാരണം നിങ്ങൾ എങ്ങനെയാ സബ്മിറ്റ് ചെയ്യുന്നത്? ആ പേജിന്റെ മാത്രം പിക്ചർ എടുത്തല്ലേ സബ്മിറ്റ് ചെയ്യുന്നത്, ഫുൾ ബുക്ക് അല്ലല്ലോ. അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. ഒരു ബുക്കിൽ അതാകുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. വേണമെങ്കിൽ പേജ് മാർക്ക് വെക്കുകയോ ഇൻഡെക്സ് പേജ് വെക്കുക. ഒന്നാമത്തെ അസൈൻമെന്റ് ഏതാന്നൊക്കെ ഇൻഡെക്സിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. പേജ് നമ്പർ ഇട്ട് വെക്കുവാണെങ്കിൽ പിന്നീട് നോക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ പേജ് മാർക്കർ ഇടയ്ക്കിടയ്ക്ക് വെച്ച് പേജ് മാർക്കറിൽ ഒരു ഹിന്റ് പോലെ ഏത് അസൈൻമെന്റ് ആണ് അതൊന്നും അത് നിങ്ങൾക്ക് മനസ്സിലാവാനാട്ടോ, നമുക്ക് വേണ്ടിയിട്ടല്ല. കൂടി സബ്ജക്റ്റിന്റെ പേര് പറയോ? അസൈൻമെന്റിന്റെ പേര് എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റിന്റെ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ഒന്ന് പറഞ്ഞേ. അസൈൻമെന്റ് ചെയ്യാൻ പറ്റില്ലേ മാം? അത് ഇതിനെ കുറിച്ചാണ് ക്ലിയർ ആയിട്ട് പറയോ? ഞാൻ ഇപ്പൊ പറഞ്ഞ അസൈൻമെന്റ് ആണോ? അതെ അതെ മാം.
കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഗ്രൂപ്പിൽ തരും, മീൻസ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരും. കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് കളക്ട് ചെയ്ത് എഴുതുക. അതാണ് കളക്ട് ആൻഡ് റൈറ്റ് എന്നോ എന്തെങ്കിലും ചേർക്കുക. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. പിന്നെ നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനൊരു വാക്ക്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണമെന്ന് നമ്മൾ ചില സമയത്ത് ഉപയോഗിക്കാറില്ലേ? ഓ ഇങ്ങനെ ജീവിക്കുന്നതിന് അങ്ങനെ പറയില്ലേ? ലൈഫ് വിത്തൗട്ട്, അത് ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്ത് പറയുവാണ്. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. ഹെൽത്ത് ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അതായത് ഒരു വിർച്വൽ ഡെത്ത്, ചത്ത പോലെയാണെന്ന് പറയാം. ഇതൊക്കെയാണ് ഒരു ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞത്. ഇതിലെല്ലാം എന്താ, ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത് ഈ എല്ലാ കാര്യങ്ങളിലും. പിന്നെ നെക്സ്റ്റ് സർവേ പോലെ ചെയ്യേണ്ട അസൈൻമെന്റ്, അതായത് ആക്ടിവിറ്റിയും അസൈൻമെന്റും കൂടെ ചേരുന്ന ഒന്ന്. ഇതും സബ്മിറ്റ് ചെയ്യണം. അതായത് ഇത് ചെയ്യുന്ന ആക്ടിവിറ്റി അത് നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് എഴുതേണ്ടത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 10 പേരെ പോയി മീറ്റ് ചെയ്യോ ഫോൺ വിളിക്കോ എങ്ങനെ വേണമെങ്കിലും ആവും. ഈ 10 പേര് ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരായിരിക്കണം. നിങ്ങൾക്ക് 10 കൂടുതൽ പേരെ മീറ്റ് ചെയ്യാം കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. ഈ 10 പേര് ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരായിരിക്കണം. അതായത് ഫിനാൻഷ്യലി നോക്കുമ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി, അതിന് താഴെയുള്ളവര്, അതിന്റെ മുകളിലുള്ളവര്, പിന്നെ ഏജ് വൈസ് ടീനേജ് ആയിട്ടുള്ളവര്, അഡൾട്ട് ആയിട്ടുള്ളവര്, അതായത് 30+ ആയിട്ടുള്ളവര്, 20+ ആയിട്ടുള്ളവര്, പിന്നെ അതുപോലെ തന്നെ 60+ ഓൾഡ് ഏജ് ആ ഒരു ഇതായിട്ടുള്ളത്, പിന്നെ അമ്മമാര്, അതായത് ജോലിക്ക് പോകാത്ത അമ്മമാരുണ്ടാകും, അവര് ജോലിക്ക് പോകുന്ന അമ്മമാര്, ലേഡീസ് ഉണ്ടാകും, അവര് അങ്ങനെ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈല്, ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിലുള്ളവരെ മീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് അവരോട് ചോദിക്കുക, ഹെൽത്ത് എന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആയോ? അതിലെ ആക്ടിവിറ്റി അതാണ്, സർവേ പോലെയാണ് ആക്ടിവിറ്റി അതാണ്. ഇനി അവരപ്പോ ഓരോരുത്തരും ഓരോന്ന് പറയും അല്ലെ, ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് അവരെന്താ വിചാരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തർ പറയുമ്പോൾ ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഈ കളക്ട് ചെയ്ത ഡേറ്റ മുഴുവനും നമ്മൾ മനസ്സിലാക്കുക. ആ ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാം കേട്ടോ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഫുൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഡെഫിനേഷൻ ഹെൽത്തിന് നമ്മൾ എഴുതുക, നല്ലൊരു ഡെഫിനേഷൻ എഴുതി വെക്കുക. ഈ ഡേറ്റയെ റിലേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് കിട്ടിയ ഡേറ്റ വെച്ചിട്ട് ആ ഡേറ്റ ഫുള്ള് എഴുതാനല്ല, അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് ഒറ്റ പാരഗ്രാഫിലെങ്ങാനും നല്ലൊരു ഡെഫിനേഷൻ ഹെൽത്തിന് കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇവരോട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ടീനേജ് യൂത്ത് ഒക്കെ പറയുമായിരിക്കും, ഞങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നുണ്ട്, ബാഡ്മിന്റൺ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, അങ്ങനെ. ഓൾഡ് ഏജ് 60+ ഒക്കെ ആയവർ ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ. പെൺകുട്ടികൾ അവരുടെ ഒരു രീതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും, സൂംബ, എറോബിക്സ് അങ്ങനെ പോകുന്നു, സ്വിമ്മിങ്ങിന് പോകുന്നവരുണ്ടാവും, ഡാൻസിങ് പോകുന്നവരുണ്ടാവും, അങ്ങനെ. അപ്പൊ ഹെൽത്തി ആയിരിക്കും, പിന്നെ ഭക്ഷണത്തിന്റെ രീതികളും ഒക്കെ അവർ പറയുമായിരിക്കും. ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അപ്പൊ ഹെൽത്തി ആയിരിക്കാൻ എടുക്കുന്ന സ്റ്റെപ്സ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതേണ്ടത്, അസൈൻമെന്റ് ആയിട്ട് എഴുതേണ്ടത്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ ബിക്കമിങ് ഹെൽത്തി? ഹെൽത്തി ആയിരിക്കാൻ ഞാൻ ചെയ്യേണ്ട എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം? ഞാൻ ചെയ്യേണ്ടതല്ല, എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം? ഈ ഒരു സർവേ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഹെൽത്തിന്റെ ഡെഫിനിഷനും ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സും ഇത് രണ്ടുമാണ് കേട്ടോ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് 10 പേരെ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ 1-2 പേരെങ്കിലും, അല്ലെങ്കിൽ 10 പേര്, അല്ലെങ്കിൽ 8 പേര്, 5 പേര് അവരൊന്ന് ചിന്തിക്കും, ശരിയാണല്ലോ, ഹെൽത്തി ആയിരിക്കാൻ ഞാൻ എന്താ ചെയ്യാറ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ അവർക്കൊരു അവയർനെസ് കൊടുക്കലും കൂടി ആകും ഇത്. അവരൊന്ന് ചിന്തിക്കും, ശരിയാണല്ലോ, ഞാൻ എന്തിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, ഞാൻ ശരിയായ രീതിയിൽ എന്റെ ഹെൽത്ത് നോക്കുന്നുണ്ടോ എന്നൊക്കെ അവരൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യും. അപ്പൊ നമ്മളൊരു സോഷ്യൽ സർവീസും കൂടിയാണ് ചെയ്യുന്നത് അല്ലെ.
അപ്പൊ അങ്ങനെ അതാണ് നമ്മൾ ചെയ്യുന്ന അസൈൻമെന്റും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി മാർക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. മാർക്കുണ്ട് ഡെഫിനറ്റ്ലി, നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. പക്ഷെ ഇതുകൊണ്ട് നമ്മൾക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, നമ്മളുടെ ചുറ്റുപാട് നമ്മൾ കണക്റ്റഡ് ആകുന്ന ആളുകൾക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നു. നമ്മള് വെറുതെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടോ പേപ്പർ കളയാനോ മഷി കളയാനോ നമ്മൾ അസൈൻമെന്റോ ആക്ടിവിറ്റിയോ തരില്ല. ക്ലിയർ ആയില്ലേ? നമുക്കതിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് കിട്ടുന്നത്, നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ലപോലെ അനലൈസ് ചെയ്തിട്ട് നമ്മളത് മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും കൂടെ അത് പകർന്നു കൊടുക്കും. ഓക്കെ, ഇതാണ് ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹെൽത്ത് ഹൈജീൻ കാര്യങ്ങളൊക്കെ. ഇനി കൂടെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. നമുക്ക് ശരിക്കും ഹെൽത്തിന് 4 മെയിൻ ആസ്പെക്ട്സ് ഉണ്ട്. 4 മെയിൻ ആസ്പെക്ട്സ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും? ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഏതൊക്കെ ഏരിയയിലെ ഹെൽത്താ എന്ന് പറയാം? ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. നമുക്ക് മെയിൻലി 4 ആസ്പെക്ട്സ് ആണുള്ളത്. ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്. ഒന്ന് നോട്ട് ചെയ്ത് പോണേ എന്താണെന്ന്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ ഫസ്റ്റ് ലെസണിൽ അതിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു അല്ലെ. നമ്മളുടെ ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്, അങ്ങനെ വരുന്നൊരു കണ്ടീഷൻ, അതാണ് ഒരാളുടെ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞത്. നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസ് എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ ഇംപ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല, മര്യാദക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഇതിനകത്ത് എക്സസൈസ് ഇൻക്ലൂഡഡ് ആണ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡഡ് ആണ്, നല്ല ഉറക്കം, നല്ല മെഡിക്കൽ കെയർ. അസുഖങ്ങളില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റൊട്ടീൻ ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യുക, അതും ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്മോക്കിംഗ്, സബ്സ്റ്റൻസ് അബ്യൂസ്, പിന്നെ ഡ്രിങ്കിങ്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ആവശ്യമില്ല, നമ്മുടെ ശരീരത്തിനെ ഹാം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. അതിപ്പോ ഒരു ഭക്ഷണമാണെങ്കിൽ കൂടിയും കുറെ എണ്ണ ചേർന്ന് അങ്ങനത്തെ കൊഴുപ്പ് അധികം ചേർന്ന ഫുഡോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കൂടിയും നമ്മളത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തിങ്ക് ചെയ്യുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്, ഇമോഷൻസ്, ഇതിനെയെല്ലാം ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആകുന്നത്, കോപ്പ് അപ്പ് ചെയ്യുന്നത്, പൊരുത്തപ്പെട്ടു പോകുന്നത്. പിന്നെ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം, ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതെല്ലാം ഈ ഒരു മെന്റൽ ഹെൽത്തുമായിട്ട് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്, മാനസികമായിട്ടുള്ള സന്തോഷം, സമാധാനം, അതാണ് മെന്റൽ ഹെൽത്ത് ഉദ്ദേശിച്ചത്. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നുണ്ട്, യൂണിറ്റ് 6. അതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോഷ്യൽ ഹെൽത്ത്. എന്താ സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞത്? നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത് തന്നെ നമുക്കറിയാം. നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോ 56 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പരസ്പരം ശരിക്കും അറിയില്ല എങ്കിൽ കൂടിയും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മുടെ ആ സോഷ്യലൈസേഷൻ. അതുകൊണ്ടാണല്ലോ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ 1:30 നമ്മൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടുന്നത്. ഓക്കെ, സോ ആ ഒരു സോഷ്യലൈസേഷൻ, നമ്മുടെ ഇന്ററാക്ഷൻ, നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എല്ലാം അത്. പിന്നെ എപ്പോഴും സോഷ്യൽ ഹെൽത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയേണ്ടത് ഹെൽത്തി റിലേഷൻഷിപ്സ്. ടോക്സിക് ആയിട്ടുള്ളത് നമ്മൾ പുറത്തേക്ക് കളയുക, ഹെൽത്തി റിലേഷൻഷിപ്സ് നമ്മൾ ഫോളോ ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുമ്പോൾ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതിൽ വരും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈവൻ പല ബാച്ചുകളിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, കേട്ട് മുട്ടിയിട്ടേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും, മിക്കവരും കണ്ടുമുട്ടിയിട്ടില്ല ആരും തമ്മിൽ. പക്ഷെ എന്നാലും പരസ്പരം ഒരു കണക്ഷൻസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുമല്ലോ നമ്മളുടെ വൈബിന് പറ്റിയവര്, അങ്ങനെ പറ്റിയ ചിലരെയും ചിലപ്പോ സംസാരിച്ചപ്പോ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതൊക്കെ നല്ല കാര്യം കേട്ടോ. ചിലപ്പോ അവര് ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ടാകും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് മറ്റുള്ളവരെ ഒഴിവാക്കിയെന്നല്ല. നമ്മുടെ പോലെ ചിന്താഗതിയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരുമിച്ചാകുന്നതിൽ അത് ക്വൈറ്റ് നാച്ചുറൽ, അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം മറ്റുള്ളവരെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടല്ല, അത്
ഒരു വി ഫീല് നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം, ഇൻക്ലൂഡിങ് മീ. ഞാനുമായിട്ട് ചേരുമ്പോഴും ഒക്കെ നമ്മളൊരു വി ഫീൽ, നമ്മളൊരു ഒന്നാണ് എന്നൊരു ഫീൽ ഉണ്ടാവും. അതിനുള്ളിൽ ഇങ്ങനെ ഇപ്പോ നമുക്ക് തന്നെ ഫാമിലിയിൽ തന്നെ അറിയായിരിക്കും, നമ്മൾ ഫാമിലിയൊക്കെ ഒരു വി ഫീൽ ആണെങ്കിലും ചിലർ തമ്മിൽ ഭയങ്കര ഒരു അടുപ്പം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, രണ്ട് ബ്രദേഴ്സിന്റെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നവരാണെങ്കിൽ ഇവർ തമ്മിൽ ചിലപ്പോൾ നല്ലൊരു കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു വി ഫീലിന്റെ ഉള്ളിൽ ചിലപ്പോ ചില ഇഷ്ടങ്ങൾ കുറച്ച് ഇന്റൻസ് ആയിരിക്കും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും വരുന്നത്. ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് വൺ, കൂടുതലായിട്ട് ചിലപ്പം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്പിരിച്വൽ ഹെൽത്ത്. എന്താ സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്? നമുക്ക് മാനസികമായിട്ട് ഇതിന് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പിരിച്വൽ ആയിട്ട് നമുക്ക് ഒരുപാട് നമുക്ക് മൈൻഡ് ഫ്രീ ആവും, നമുക്ക് ഹെൽത്തിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ പറ്റും. മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്പിരിച്വൽ ഹെൽത്ത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ നിങ്ങൾ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാരും ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് ട്രഡീഷൻ, ഡിഫറെന്റ് റിലീജിയസ് ബിലീഫ് എന്നുള്ളവരായിരിക്കും അല്ലെ. അപ്പോ അതില് റിലീജിയസ് ബിലീഫ് ഉണ്ടാവും, പിന്നെ ഓരോരുത്തർക്കും സ്വന്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, പേഴ്സണൽ എത്തിക്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോ ആ ഒരു ബിലീഫ്, നമ്മളുടെ എത്തിക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ലൈഫില് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശരി തെറ്റ്, ഗുഡ് ഈവിൾ എന്നുള്ളത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കും. ഇങ്ങനൊരു സ്പിരിച്വൽ വേയിലാണ് ലൈഫ് പോകുന്നതെങ്കിൽ ഞാനത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ അത് തന്നെ കുഞ്ഞുങ്ങളുടെ ചെറുപ്പം തുടങ്ങിയേ കിട്ടും. നമ്മള് വീടുകളിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന റിലീജിയസ് ബിലീഫ്, ട്രഡീഷൻസ് അത് കുട്ടികളിലേക്ക് നല്ല വാല്യൂസ് കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. അതായത് ഏതൊരു റിലീജിയസ് ബിലീഫ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം ചെന്നെത്തുന്നത് ഒന്നിലാണ്, ലോകത്ത് സന്തോഷവും സമാധാനവും പിന്നെ സ്നേഹം, സഹോദര്യം. ഇത് തന്നെയാണ് ഏതൊക്കെ നാട്ടിലെ റിലീജിയസ് ബിലീഫ് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ നാഷണൽ എക്സലൻസ് അതൊക്കെയാണ് ഒരു സ്കൂളിങ്ങിന്റെ ഒരു മുദ്ര എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സ്കൂളിൽ കുട്ടികളെല്ലാം ഇൻവോൾവ് ചെയ്ത് ചെയ്യിക്കുന്നുണ്ട് അല്ലെ. ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഫ്താർ വിരുന്ന് വരെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുള്ള ആഘോഷങ്ങളില് കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും കൂടെ ചേരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഓഫീസുകളിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഏരിയ ഉണ്ടെങ്കിൽ അവിടെയുള്ളവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ നമ്മളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വൺനെസ്, നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു ഫീല് വരുന്നു. അപ്പൊ സ്പിരിച്വൽ ഹെൽത്ത് അത് തന്നെയാണ്. പിന്നെ നമ്മളുടെ ജീവിതം എന്നുള്ളത് കൊണ്ട് ഞാനൊരു ജീവിക്കുന്നത് ഒരു പർപ്പസ്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ ജീവിതം കൊണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റൂ അത് ഞാൻ ചെയ്യണം. അങ്ങനെ എന്റെ ലൈഫ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആണ്. ഇതൊക്കെ നമുക്ക് സ്പിരിച്വൽ ഹെൽത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി ഒരു പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലെ, അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ അവരെ വിശ്വസിക്കുന്ന ഒന്നുണ്ട്, സംതിങ് ഈസ് കൺട്രോളിങ് ദ യൂണിവേഴ്സ്. അങ്ങനെ അവർ വിചാരിക്കും ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അതിന് നോ പറയില്ല. കാരണം അതുകൊണ്ടാണ് അവരുള്ളതും നമ്മളുള്ളതും നേരം വെളുക്കുന്നതും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതും നമുക്ക് മഴ പെയ്യുന്നതും വെള്ളം കിട്ടുന്നതും അല്ലെ, പകല് നല്ല വെളിച്ചം കിട്ടുന്നതും രാത്രിയാകുമ്പോൾ ഇരുട്ടാകും. അപ്പൊ എന്തോ ഒരു ശക്തി, ഒരു ഫോഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഈ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്തവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതാണ് സ്പിരിച്വൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളുടെ ലൈഫ് മീനിങ് ഫുൾ ആണ് നമുക്ക് തോന്നിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കാണാം ചില ആൾക്കാർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, സംടൈംസ് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു 45 വരെ, എനിക്കിപ്പോ 47 ഇയേഴ്സ് കഴിഞ്ഞു, 45 വയസ്സ് വരെ എനിക്കിങ്ങനെ ഭയങ്കരമായ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ചെറിയ പനി വല്ലപ്പോഴും വന്നെങ്കിലായി, അത്രയൊക്കെ. പക്ഷെ ആഫ്റ്റർ 45 കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഇഷ്യൂസ് തുടങ്ങാൻ തുടങ്ങി.
ലൈക്ക് എനിക്ക് തുടങ്ങിയ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എന്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം. കിഡ്നി സ്റ്റോണിന്റെ ഇഷ്യൂ ഒന്നും അത് വെള്ളം കുടിക്കുന്ന നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ക്ലാസ്സിലൊന്നും ഇരിക്കുമ്പോ ആ കുടിക്കുന്ന ഇന്റർവെൽ ആകെ തെറ്റും. ഇൻ ബിറ്റ്വീൻ കുടിക്കാനായിട്ട് തോന്നില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെയാ. കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര ആണെങ്കിൽ മാത്രമാണ് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഇറങ്ങി ഒരു വാഷ്റൂം ഒക്കെ പോകാൻ പറ്റുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ വന്നത് കൊണ്ടായിരിക്കാം അത് വന്നത്. പിന്നെ അതുമല്ല എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടം. നല്ലപോലെ തക്കാളി കഴിക്കും. അപ്പൊ അങ്ങനെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ചില ഫുഡ് ഐറ്റംസ് ഓക്സലേറ്റ് കണ്ടന്റ് കൂടുതലാണ്, അത് സ്റ്റോൺസ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും ആവില്ല കേട്ടോ. ചിലപ്പോ 45 വരെ എന്റെ ബോഡി അത് മെയിൻറ്റെയിൻ ചെയ്ത് കാണും. ഞാൻ എക്സസ് ഓക്സലേറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിച്ചപ്പോ ആഫ്റ്റർ 45 ആയപ്പോഴേക്കും എന്റെ ബോഡിയുടെ മെറ്റബോളിസം, എന്റെ ഡൈജഷൻ അത് ആ ഓക്സലേറ്റ് കണ്ടന്റിനെ അതിനനുസരിച്ച് ആക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം. കാരണം അസുഖങ്ങൾ കൂടുതൽ വരുന്നത് പ്രായം എന്ന് പറയുമ്പോൾ. പിന്നെ ഇപ്പൊ എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്റെ ലങ്സിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ എനിക്ക് മോർണിംഗും ഈവനിങ്ങും പഫ് എടുക്കേണ്ടതായിട്ട് വരും, ഇൻഹെയിൽ ചെയ്യേണ്ടതായിട്ട് വരും, പഫ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ 45 ഇയേഴ്സ് കഴിഞ്ഞിട്ട് തുടങ്ങി. പക്ഷെ ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല. അതാണ് നമ്മളുടെ ആ ഒരു ഹെൽത്ത്. ചില ആളുകൾ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും, ചിലര് അസുഖങ്ങളായിരിക്കും. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് അസൈൻമെന്റ് ഒരു കമ്പാരിസൺ ടേബിൾ ഉണ്ടാക്കുക. ഹെൽത്തി പീപ്പിളിനെ കുറിച്ചും അൺഹെൽത്തി പീപ്പിളിനെ കുറിച്ചും കമ്പാരിസൺ ടേബിൾ. അപ്പൊ നമുക്ക് എഴുതാം ഹെൽത്തി പീപ്പിൾ. ഇപ്പൊ ഓൾറെഡി നമ്മൾ 10 പേരെ കണ്ടിട്ട് നമുക്ക് മനസ്സിലായി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടു. അപ്പൊ നമുക്ക് ടേബിൾ ഉണ്ടാക്കാൻ ഇനി എളുപ്പമായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. അവർക്ക് അസുഖങ്ങൾ അങ്ങനെ വരില്ല, അവർക്ക് മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരില്ല, അവർ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, അവര് എല്ലാത്തിലും ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ എഴുതാം. അതേസമയം അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും അസുഖങ്ങൾ വരും, അവർക്ക് കുറെ ഭക്ഷണങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, അവർക്ക് മെഡിസിൻസ് നിറയെ കഴിക്കേണ്ടതായിട്ട് വരും, അവർക്ക് ചിലപ്പോ ചില കിഡ്നിയുടെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വെള്ളം ലിമിറ്റഡ് ആയിട്ടേ കുടിക്കാൻ പാടുള്ളൂ. കാരണം കിഡ്നിയെ കൊണ്ട് ഓവർ പണിയെടുപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വെള്ളമൊക്കെ ലിമിറ്റ് ചെയ്യും ഡോക്ടർ. അവർക്ക് ഇത്ര ലിറ്ററേ പാടുള്ളൂ, 1 ലിറ്റർ അതിൽ കൂടുതൽ പാടില്ല എന്നൊക്കെ പറയും. പിന്നെ അതുമല്ല അവരുടെ സ്കിന്നൊക്കെ ചിലപ്പോ വല്ലാണ്ടായിട്ടുണ്ടാവും അൺഹെൽത്തി ആയതുകൊണ്ട്. പിന്നെ കണ്ണുകളിലൊക്കെ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ പറ്റി എഴുതാം. അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാനായിട്ട് പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അവർ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നും. അവർക്ക് ഒരു ഭാഗത്ത് എന്തെങ്കിലും ജോലി ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. വേറൊരാളുടെ സഹായത്തോടു കൂടി ചില ആളുകൾക്ക്, അൺഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ചിലർക്ക് വീൽ ചെയർ വേണ്ടി വരും, ചിലർ ബെഡ് റിഡൻ ആയി പോകും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത് അതെല്ലാം ഒരു ടേബിളായിട്ട് എഴുതുക. വേണമെങ്കിൽ പിക്ചർ ഒട്ടിക്കണോ, അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിക്കണോ, അതും ചെയ്യാം. അതൊന്നും ഞാൻ മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഒരു ടേബിൾ ഉണ്ടാക്കുക, ഹെൽത്തി ആയിട്ടുള്ള ആളും അൺഹെൽത്തി ആയിട്ടുള്ളത്. ഈ ടേബിൾ ആയിട്ട് ചെയ്യണമെന്ന് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എഴുതാം, അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാ വരിക? ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? Question: make a comparison table of healthy people and unhealthy people. എനിക്ക് ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക്. മിസ് ഇപ്പൊ ഇത് കമ്പാരിസൺ ടേബിളേ നമ്മൾ ഒരു സർവേ പോലെയാണോ ചെയ്യേണ്ടത്? അതായത് ഓരോരുത്തരും നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഇപ്പൊ അവർ ഹെൽത്തി ആണെങ്കിൽ ഹെൽത്തി എന്നുള്ള ടേബിളിൽ എഴുതുക, അൺഹെൽത്തി ആണെങ്കിൽ അതിന്റെ റീസണും കാര്യങ്ങളും അപ്പുറത്ത് എഴുതുക, അങ്ങനെയാണോ വേണ്ടത്? അല്ലെങ്കിൽ നോർമലി ഹെൽത്തി എന്താണ് അൺഹെൽത്തി എന്താണ് അപ്പുറം അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് എഴുതിയാൽ മതിയോ? രമ്യ, ഞാൻ ജനറലി ഉള്ള കാര്യം ഉദ്ദേശിച്ച പറഞ്ഞു. പക്ഷെ രമ്യ പറഞ്ഞപ്പോ എനിക്ക് അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് സർവേ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ജനറൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ സർവേ പോലെ ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം, ചെറിയ റിപ്പോർട്ടാക്കി സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ സർവേ ചെയ്ത് കഴിയുമ്പം അത് അനലൈസ് ചെയ്ത് അത് നമ്മൾ അനാലിസ് ചെയ്ത് മനസ്സിലാക്കുക, അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ലേ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കാണിക്കാം. യെസ്, ഞാൻ ചെയ്ത സർവേ ആണ്, ഞാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. കാരണം നമുക്ക് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് പറയാം, ഞാൻ ഇതുപോലെ 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്ത് ഒരു സർവേ നടത്തി,
അവരോട് ഹെൽത്ത് എന്നുള്ളതിനെ പറ്റി ചോദിച്ചു, ഹെൽത്തി ആയിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാം. റിപ്പോർട്ടും കാണിക്കാൻ പറ്റും, റിപ്പോർട്ടായിട്ട് ചെയ്യുവാണെങ്കിൽ. മിസ് നമ്മൾ എന്തായാലും ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ ഫസ്റ്റ് അസൈൻമെന്റിൽ എന്തായാലും നമ്മൾ 10 പേരെ കാണുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും അവരോട് നമ്മൾ ഈ ഡെഫിനേഷൻ ആണല്ലോ ചോദിക്കുന്നത്. അതിന്റെ കൂട്ടത്തില് അവർ ഹെൽത്തി ആണ്, അവർക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് 3ാമത്തെ അസൈൻമെന്റും കൂടി അതുപോലെ ഈസി ആയിട്ട് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം, അങ്ങനെ ചെയ്യാം, ചെയ്തോളൂ. അതൊക്കെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് മിസ് അപ്പൊ ഇത് എന്നൊക്കെ സബ്മിറ്റ് ചെയ്യണ്ടേ? എനിക്ക് ഡ്യൂ ഡേറ്റ് അങ്ങനെ പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും സ്ട്രെസ് ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡ്യൂ ഡേറ്റ് പറയാത്തത്. വേറെ ഒന്നുമല്ല, ജോലിയുള്ളവരുണ്ടാവും, റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ടാവും, ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും എല്ലാ ക്ലാസ്സും കൂടെ കാണുന്നത്. അതുകൊണ്ട് ഒരു ഡ്യൂ ഡേറ്റ് നമ്മൾ വെക്കാറില്ല, ബട്ട് ലേറ്റ് ആക്കരുത്. മിസ് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ അസൈൻമെന്റിലേക്കാണ് എഴുതേണ്ടത്? രണ്ടാമത്തെ മൂന്നാമത്തെ അസൈൻമെന്റിൽ തന്നെയാണോ എഴുതേണ്ടത്? 2, 3 എന്ന് പറയുന്നത് നമ്മൾ 10 പേരെ കണ്ടിട്ട് ചോദിക്കുന്നതാണോ ഉദ്ദേശിച്ചേ? അല്ല, 10 പേരെ കണ്ടിട്ട് നമ്മള് അവരുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഹെൽത്ത് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം ചോദിക്കും. അത് കഴിഞ്ഞ് ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ചോദിക്കും. ഈ 2 ക്വസ്റ്റ്യനെയർ പോലെയാണോ അവരടുത്ത് ചോദിക്കേണ്ടത്, നമ്മൾ എഴുതേണ്ടത്? നമ്മൾ എഴുതേണ്ടത് അവരോട് ചോദിച്ച് കിട്ടിയ ഡേറ്റനെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നല്ലൊരു ഡെഫിനേഷൻ ഹെൽത്തിനെ കുറിച്ച് എഴുതും. അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കാൻ എടുക്കുന്ന സ്റ്റെപ്സിനെ കുറിച്ച് ഒരു നോട്ടും നമ്മൾ എഴുതും. ഇത് രണ്ടുമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരെ കണ്ടു, എങ്ങനെ കണ്ടു, ഫോൺ ചെയ്തോ, നേരിട്ട് പോയോ, അതൊന്നും നമ്മൾ അസൈൻമെന്റിൽ എഴുതണ്ട. ഈ 2 കാര്യങ്ങൾ, ആ ഒരു ഡെഫിനിഷൻ അബൌട്ട് ഹെൽത്ത്, പിന്നെ ഹെൽത്തി ആയിരിക്കാൻ എടുക്കുന്ന സ്റ്റെപ്സിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും. മനസ്സിലായോ? തേർഡ് വന്നിട്ട് ഹെൽത്തിയും അൺഹെൽത്തിയും ആയിരിക്കുന്നതിന്റെ റീസൺ ആണോ ടേബിൾ ആയിട്ട് എഴുതാൻ പറഞ്ഞത്? റീസൺ എഴുതാം, അവരെങ്ങനെ ഇരിക്കുന്നു എന്ന് എഴുതാം, അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ അവരെ കുറിച്ച് എഴുതാം, അല്ലെ? ഇപ്പൊ കൊച്ചു കുട്ടികൾ വരെ അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുണ്ട്. നല്ല പോഷക ആഹാരം കിട്ടാതെ വരുമ്പോ വളരെ എന്താ പറയാ അനീമിക് ആയിട്ട് കുട്ടികൾ, അവർ അൺഹെൽത്തി ആണ്, അല്ലെ? അതിൽ വലിയ ആൾക്കാർ മാത്രല്ല, അവർ അൺഹെൽത്തി ആണ്. പിന്നെ ചില കുട്ടികൾ ഏജിനനുസരിച്ച് വെയിറ്റ് ഉണ്ടാവില്ല, അനീമിക് ആയിട്ട് ഇതുപോലെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അവരും അൺഹെൽത്തി ആണ്. ഓക്കെ, ദ്വിതീയ ഇവിടെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഫസ്റ്റ് പറഞ്ഞ ഫ്രേസസിന്റെ കളക്ഷൻ, പിന്നെ 10 പേരെ മീറ്റ് ചെയ്ത് ഹെൽത്തും ഹെൽത്തി ഹാബിറ്റ്സും ചോദിക്കുന്നു. പിന്നെ ഒരു കമ്പാരിസൺ ടേബിൾ, അതും നിങ്ങൾക്ക് സർവേ പോലെ ചെയ്യാം. അത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളിൽ അവർക്ക് ഇഷ്ടമാവും. പ്രായമായ ആൾക്കാരൊക്കെ ആവുമ്പോൾ നമ്മളിത് ചോദിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷം. അവർ ആരെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കും വർത്തമാനം പറയാനായിട്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവരും എളുപ്പത്തിന് ഫോണിലൂടെ ചെയ്യും. പക്ഷെ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കൂ, നല്ല രസമായിരിക്കും. മിസ്, അപ്പൊ ഇതെല്ലാം നമ്മൾ അസൈൻമെന്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതിയല്ലോ? മതി, എല്ലാം അതിൽ എഴുതിയാൽ മതി. അതുപോലെ തന്നെ വേറൊരു ഡൗട്ട് ഉണ്ട് മിസ്. ഈ റെക്കോർഡ് എഴുതുമ്പോഴില്ലേ, നമ്മുടെ ഈ ഡിജിറ്റൽ പെയിന്റിംഗില്ലേ, നമുക്ക് ഈ കുട്ടികൾക്ക് വരുന്ന ചില മാഗസീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതില് വരുന്ന പെയിന്റിങ്സ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാമോ? ആക്ച്വലി ഡിജിറ്റൽ പെയിന്റിംഗ് ഓപ്ഷണൽ ആണ്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ നിർബന്ധമായിട്ട് എന്നല്ല, അത് ഒന്ന് പറഞ്ഞുള്ളൂ. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചു വെക്കണം. അതായത് MS പെയിന്റിംഗ് ഇല്ലേ നമ്മളെ സിസ്റ്റത്തില്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു പിക്ചർ കൊണ്ടുവന്ന് ഒട്ടിക്കുക എന്നുള്ളതല്ല, ആ MS പെയിന്റിംഗ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറിൽ നമുക്ക് പെയിന്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു പെയിന്റ് ഒരു പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിക്കണമെന്നില്ല. അത് ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഇല്ല വീട്ടില്. ഞാൻ ജസ്മിയുടെ മെസ്സേജ് വയ്ക്കായിരുന്നു. അപ്പൊ ആൻസർ ചെയ്യാട്ടോ ജസ്മി. MA പറഞ്ഞത് പറയട്ടെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചർ കളക്ട് ചെയ്ത് വെക്കട്ടെ. നമുക്കത് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലെ സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, അത് ചെയ്യണ്ട. പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കണം. അല്ല, നമ്മളിപ്പം റെക്കോർഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാരും ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചതാണ് അങ്ങനെ.
അത് അങ്ങനെ ചെയ്യാൻ നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, അത് പ്രോബ്ലം ഇല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലത്തെ പിക്ചേഴ്സ് ആണ്. ഇത് നമുക്ക് അങ്ങനെ വെട്ടി ഒട്ടിക്കാമോ, റെക്കോർഡിൽ ഒട്ടിക്കാമോ എന്നാണ് ചോദിച്ചത്. ഇത് വേണ്ട രമ്യ, വേറെ ഒന്നുമല്ല. ഇത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ പെയിന്റിംഗ് ആയിട്ട് വരില്ല. ഞാൻ എന്റെ റെക്കോർഡ് ബുക്കിൽ നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു? കാണിച്ചിരുന്നോ? കാണിച്ചിരുന്നായിരുന്നു. നമുക്ക് ശരിക്കും ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ വന്ന് നമ്മുടെ കൈയുടെ ഒരു വഴക്കം, ചിലപ്പോ അത്ര ഭംഗിയൊന്നും ആവുമൊന്നുമില്ല. അങ്ങനെ 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 ചെയ്ത് കുട്ടികൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ അവർ നല്ലപോലെ അത് ചെയ്യും. അത് കുഴപ്പമില്ല, അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി എങ്ങനെയാണ് MS Paint. ചിലര് പറയണ്ടായിരുന്നു ആൻഡ്രോയിഡ് ഫോണിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാൻ നോക്കിയിട്ടില്ല, ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. മിസ് അങ്ങനത്തെ കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ട്. എന്താ ദീപ? MS Paint ആൻഡ്രോയിഡ് ഫോണിലുണ്ട്, കിട്ടും പ്ലേ സ്റ്റോറിൽ. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ മിസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കിപ്പം ആക്ടിവിറ്റിയും അസൈൻമെന്റും ഉണ്ടല്ലോ. ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഞങ്ങൾ ബുക്ക് എടുത്തിട്ടുണ്ട് ചില ആളുകൾ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി ബുക്കിനുള്ളിൽ നമുക്ക് ഈ 10 പേരെ മീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാം. എന്നിട്ട് അസൈൻമെന്റ് ബുക്കിൽ അതിന്റെ ഡെഫിനേഷൻ എഴുതാം. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അതേപോലെ അങ്ങനെ ചെയ്തു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ഈ മെസ്സേജിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്തോ അവിടെ. ജസ്മി ഓക്കെ, നോ പ്രോബ്ലം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ സൈൻ ഇന്നിന്റെ ടൈമിൽ എന്താണോ പറയാനുണ്ടായിരുന്നത് ജസ്മിക്ക് അത് ഷെയർ ചെയ്യാം. സാന്ദ്ര, അൺറൂൾഡ് ആയിട്ടുള്ള റെക്കോർഡ് കിട്ടിയില്ല, പകരം ഞാൻ കട്ടിയുള്ള ബുക്ക് വാങ്ങി. അത് നോ പ്രോബ്ലം, അത് നല്ലപോലെ നീറ്റായിട്ട് കവറൊക്കെ ചെയ്ത് ഒന്ന് സൂക്ഷിച്ചാൽ മതി. കാരണം കഴിഞ്ഞ ദിവസം ഒരു ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട്. കുട്ടികൾ വന്നപ്പോ നല്ല മഴയായിരുന്നു. കവർ ചെയ്യാത്ത റെക്കോർഡുകളെല്ലാം നനഞ്ഞു, കുറച്ചിങ്ങനെ ആ എഡ്ജൊക്കെ നനഞ്ഞ് ഒരുമാതിരി. കവർ ചെയ്ത ബുക്കൊക്കെ ഒരുവിധം നല്ല സെക്യൂർ ആയിട്ടിരിക്കുമായിരുന്നു, കുഴപ്പമുണ്ടായില്ല. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ബുക്കുകളല്ലേ. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ബ്രൗൺ പേപ്പർ അല്ലാതെ ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒക്കെ ആകുമ്പോഴേക്കും വെള്ളം പിടിക്കില്ലല്ലോ. അതൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് സൂക്ഷിക്കാം, മഴയത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവരുമ്പോഴേ. ഓക്കെ, സോ ഹെൽത്തിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു, തന്നിരുന്ന വർക്കുകളെല്ലാം. ഓക്കെ, ഇനി കുറെ പറഞ്ഞു എന്തുകൊണ്ടാണ് ആളുകൾ അൺഹെൽത്തി ആകുന്നത്, മീൻസ് കുട്ടികൾ എന്തുകൊണ്ടാണ് ഹെൽത്തി ആകുന്നത്? അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നത്. അതെ, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. പ്രത്യേകിച്ചും മെയിൻ പ്രശ്നം ഫുഡ് കൺട്രോൾ ചെയ്യില്ല. സ്നാക്സ് ഐറ്റംസ്, ഈ പാക്കറ്റ് ഫുഡ്സ് ഒക്കെയാണ് കുട്ടികൾക്ക് മെയിൻ ഇഷ്ടം. ജ്യൂസസ്, കടകളിൽ നിന്ന് ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ജ്യൂസസ് ഇല്ലേ, അതൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല, വാശി പിടിക്കും, അത് വേണം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ആൾക്കാർ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവരിങ്ങനെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു റെഗുലർ ആയിട്ട് ഫുഡിന്റെ ടൈം ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഒബിസിറ്റിക്ക് കാരണമാവും അമിതവണ്ണം, അതും ഒരു അൺഹെൽത്തി കണ്ടീഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ എപ്പോഴും ഇവർ വാ കഴുകാറുണ്ടോ? അപ്പൊ അവരുടെ ഓറൽ ഹൈജീൻ ബാധിക്കും. കുട്ടികൾക്ക് അറിയില്ല ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകണോ കൈ കഴുകണോ, അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെ ഫുഡിന്റെ രീതിയിൽ നമ്മൾ പോഷകാഹാരങ്ങൾ കഴിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതിന് മുന്നേ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളാണ് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പൊ പലപ്പോഴും ഇവരുടെ പല്ലിനാണ് കേട്. പെട്ടെന്ന് നമ്മൾ കാണുന്ന ഒരു അൺഹെൽത്തി കണ്ടീഷൻ അവരുടെ ഓറൽ ഹൈജീൻ, അവരുടെ ഡെന്റൽ ഹൈജീന്റെ ഒരു പ്രശ്നം അത് കാണും. നമ്മള് എപ്പോഴും നമുക്ക് ഓർക്കാം നമ്മളുടെ ചൈൽഡ്ഹുഡ് സമയത്ത് നമ്മുടെ പാരന്റ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അതുപോലെ പ്രായമായ മറ്റുള്ളവര് അവരെപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും അല്ലെ, നമ്മളുടെ പല്ല് ക്ലീൻ ചെയ്യണം മോർണിംഗിനും, അതുപോലെ തന്നെ ബിഫോർ ഗോയിങ് ടു ബെഡ്. പിന്നെ എന്റെ ചേച്ചി ഭയങ്കര പല്ല് തേക്കുന്ന ആളാണേ. ചേച്ചി എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുമോ അതിന് മുൻപേ, അത് 2 നേരമല്ല, രാവിലെ രാത്രിയും മാത്രമല്ല, ഞാൻ ചെയ്യും. ഈ മാരേജ് സമയത്ത് ചേച്ചി പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ അടുത്ത് പോയി.
അതെന്ന് വെച്ചാൽ ചേച്ചിയുടെ പല്ല് ക്ലീൻ ചെയ്യാൻ ഡോക്ടർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതുപോലെ ചിലരുടെ ആ സ്ട്രക്ചറിന്റെ പ്രശ്നമാണോ എന്തോ പല്ലില് അഴുക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല പല്ല് തേഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അത്രത്തോളം ടൈം ഇങ്ങനെ പല്ല് തേക്കുവാണല്ലോ. ഞാനും എന്റെ മാരേജ് ആയപ്പോഴേക്കും ഇതുപോലെ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് ഡോക്ടറെ അടുത്തു. ഞാൻ രാവിലെയും രാത്രിയും മാത്രം കേട്ടോ പല്ലേക്കും. ഡോക്ടറോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, എന്റെ പല്ല് കുറച്ചുകൂടെ ക്ലീൻ ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ മോളുടെ പല്ലിന് ഇഷ്യൂ ഉണ്ടായിരുന്നു, എന്റെ മോളുടെ പല്ലിന്റെ. അവളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്റൽ ഹൈജീന്റെ പ്രശ്നമല്ല, കാൽസ്യം ഡെപ്പോസിറ്റ് കൂടിയിട്ട് പല്ലിലൊരു വെള്ളപ്പാട് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് അവിടെ അങ്ങോട്ട് തിന്നായി ഇത് പൊടിയും. അതാണ് അവളുടെ പല്ലിന് വന്ന ഇഷ്യൂ. അപ്പൊ അവളിങ്ങനെ പറയും, ഓ അമ്മയുടെ പല്ല് എനിക്ക് കിട്ടിയാൽ മതി. കാരണം കുട്ടികൾക്ക് അറിയാം, അവര് പഠിക്കുന്നുണ്ടല്ലോ ബയോളജിയില്, നമ്മളുടെ മക്കൾക്ക് അച്ഛന്റെ സൈഡിൽ നിന്നും അമ്മയുടെ സൈഡിൽ നിന്നുമുള്ള പല ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. 23 ക്രോമസോം മദർ സൈഡ്, 23 ക്രോമസോം ഫാദർ സൈഡ്, അങ്ങനെ ടോട്ടൽ 46 ക്രോമസോംസ് വരും. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ പല ട്രേറ്റ്സ്, പേഴ്സണൽ ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഡെന്റൽ ഹൈജീന്റെ കാര്യം പറഞ്ഞപ്പോ ഇതാണ് ഞാൻ ഓർമ്മ വന്നത്. പല്ല് അധികം തേക്കുന്നതും പല്ലിന് കേടാ, തേഞ്ഞു പോകും, ഇനാമല് കുറെ നഷ്ടപ്പെടും. അപ്പൊ നമ്മള് അതും കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. ആ ഒരു തേക്കുന്ന രീതി, അവർക്ക് യൂസ് ചെയ്യുന്ന ബ്രഷ്, സോഫ്റ്റ് ബ്രഷ് ആയിരിക്കും നമ്മൾ അവർക്ക് ആദ്യം ഉപയോഗിക്കുന്നത്. പിന്നെ മീഡിയം, പിന്നെ ഹാർഡിലേക്ക് ഒരിക്കലും പോകരുതെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം ആണ്. ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കാതിരിക്കുക, പെട്ടെന്ന് ഇനാമല് കുറെ. അല്ലെങ്കിൽ മാം നമ്മുടെ ഏജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മളെ പല്ലിന്റെ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ പൊടിഞ്ഞു പോവുകയും ഷേപ്പ് ഒക്കെ ഇങ്ങനെ മാറുന്നത് കാണാം. അതെ അതെ, ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു എന്റെ ഇവിടെ ഇത്തിരി ഗ്യാപ്പ് കൂടിയോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ അതൊക്കെ കോസ്മെറ്റിക് സർജറി ഒക്കെ അല്ലേ, ഗ്യാപ്പ് ഒക്കെ ഇതൊക്കെ ടൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ കുറെ പല്ലും സ്കിന്നും ഒക്കെ അതാണല്ലോ, കോസ്മെറ്റിക് സൈഡ് അല്ലേ കൂടുതലും പ്രൊസീജിയർ ഒക്കെ. ഓക്കെ, ഇത് ആണ്. അപ്പൊ അത് കുട്ടികളുടെ കാര്യത്തിൽ അതാണ്, നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് അവരെ മുന്നോട്ട് അവരുടെ ലൈഫ് നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ പല ആൾക്കാരെ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റി തന്നെ, ആൾക്കാരെ കാണുമ്പോൾ ചിലര് എപ്പോഴും അസുഖങ്ങളായിട്ട് അവരിയ്ക്കുന്ന കാണാം. ഞാൻ ഒരു വീട്ടിൽ ഒരു പ്രാവശ്യം ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ വീട്ടിൽ പോയതാണ്. അപ്പൊ അതും അതിന്റെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. അപ്പൊ ആ അമ്മ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഞങ്ങൾക്ക് ചായ എടുത്തു തരുന്നു, അത് ഇത്. ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ആ അമ്മ ഭയങ്കര വീക്ക്, ഷുഗർ കൂടിയിട്ട് അവരങ്ങ് വയ്യാണ്ടായ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അതാണ് നമ്മൾ നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാള് ചിലപ്പോൾ പെട്ടെന്ന് അൺവെല്ലായിട്ട് നമ്മൾ കാണേണ്ടി വരുമ്പോൾ നമുക്ക് ഒരു അതിശയം തോന്നും. ഓക്കെ, ഇതിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ആരായിരുന്നു സൈൻ പറയാൻ വന്ന? ജസ്മി. ജസ്മി സൈൻ ഔട്ട് ആരാ? ഞാൻ സൈൻ ഇൻ പറയണോ മിസ്സേ? ഇപ്പൊ സൈൻ ഇൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തോളൂ. സൗമ്യയാണോ സൈൻ ഔട്ട് പറയേണ്ട ആള്? അതെ മിസ്. ഓക്കെ, അപ്പൊ ജസ്മി സൗമ്യ പറഞ്ഞിട്ട് ജസ്മിക്ക് കൊടുക്കണോ, ജസ്മി പറഞ്ഞിട്ട് സൗമ്യ പട്ടവ എന്തായാലും കുഴപ്പമില്ല. ജസ്മി പറയട്ടില്ലേ സൗമ്യ? ഞാൻ ലാസ്റ്റ് സൈൻ ഔട്ട് പറയാം. അപ്പൊ ഞാൻ പറയാ. ഞാൻ ഒരു പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2-3 പ്രാവശ്യം ഇതുപോലെ എനിക്ക് കേറാൻ പറ്റില്ല. ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ സൈനിങ്, പ്രയർ സോങ് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സമയമാകുമ്പോ ഞാനൊരു വർക്കിന് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പോയില്ലായിരുന്നു. അപ്പൊ എനിക്ക് നെറ്റിന്റെ എന്തോ പ്രശ്നമാണെന്ന് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ കേറിയിട്ട് കട്ടായി പോകുമായിരുന്നു. അപ്പൊ 2-3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോ എത്ര പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും അസൗകര്യം വരും, കേറാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഞാനിപ്പോ മിസ്സിന്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിച്ചത്. അപ്പൊ ഞാനൊരു പാട്ട് പാടാനാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. പൂങ്കാറ്റിലോ പുൽമേട്ടിലോ, പൂങ്കാറ്റിലോ പുൽമേട്ടിലോ, നിങ്ങൾക്കത് നിരതിരയുന്ന പാട്ട്
ഉണ്ണികളിൽ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. ഞങ്ങൾ മിസ് ചെയ്തേനെ എന്തായാലും ഇങ്ങനെ ഒരു സമയത്ത് വന്ന് പാടിയില്ലായിരുന്നെങ്കിൽ. ഓക്കെ സൗമ്യ, താങ്ക് യു. സൗമ്യ പറയും. Good afternoon all. Today's session was conducted by Jisha ma'am. Ma'am explained the topic of health and hygiene. She explains that health is essential for a child's overall development, physical, social, mental and spiritual health, and including says health education teaches good habits like proper food, exercise, hygiene and avoiding bad habits, which help individuals and society to stay healthy. We have learned that health is the foundation of a child's growth and development. On behalf of all my dear friends, I sincerely thank you, ma'am, for today's wonderful lesson. Your clear explanations and examples made learning interesting and easy to understand. And thank you, ma'am, for all supporting, help. Thank you, ma'am, for guiding us, inspiring us, and also all of you participated very actively. Okay, let's meet again. Thank you. Stay safe. Sign out by Soumya. Okay, thank you. Thank you so much. Bye. Okay. Thank you, ma'am. Thank you, ma'am.